കേരളം പൊളിയാണ്. ഇത് താനടാ കേരളം. ഇത് റിയൽ കേരള സ്റ്റോറി ജനങ്ങൾ അറിയണം. പിണറായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതും ചെയ്യുന്നതും അറിയണം. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതുവരെ 4,52,000 പേർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഇതാരെങ്കിലും അറിഞ്ഞോ? 17,800 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ഇനി 3,25,000 പേർക്ക് കൂടി വീട് നൽകേണ്ടതുണ്ട്. നിലവിൽ 96% കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടുള്ളത്. 97% കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. 2016 മുതൽ ഇതുവരെ 3,21,000 പേർക്ക് പട്ടയം നൽകി. 3 ലക്ഷത്തോളം പേർക്ക് ഇനി പട്ടയം നൽകാനുമുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. 2025 നവംബറിന് മുൻപ് പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട എല്ലാവർക്കും വീട് നൽകുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലായി വരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാമത് കേരളമാണ്. ആരോഗ്യരംഗത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലും കേരളം ഒന്നാമതാണ്. കാരുണ്യ പദ്ധതി നടപ്പിലാക്കാൻ മാത്രം 2,545 കോടി രൂപയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെലവഴിച്ചത്. കേരളത്തിലാകെയുള്ള 94 ലക്ഷം കുടുംബങ്ങളിൽ 62 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം 1,600 രൂപ നിരക്കിൽ ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ നൽകുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ ഇതിനായി 59,400 കോടി രൂപ ചെലവാക്കി. കഴിഞ്ഞ UDF സർക്കാർ 34 ലക്ഷം പേർക്ക് 600 രൂപ ക്രമത്തിൽ നൽകിയിരുന്ന സ്ഥാനത്താണ് LDF വലിയ മാറ്റം കൊണ്ടുവന്നത്. ഈ ആവശ്യത്തിന് 5 വർഷം കൊണ്ട് UDF ചെലവഴിച്ചത് 9,100 കോടി രൂപ മാത്രമാണ്. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്നത് വസ്തുതയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും രജിസ്ട്രേഷൻ, മോട്ടോർ വാഹനം, എക്സൈസ്, ലോട്ടറി, ഭൂനികുതി മുതലായ തനത് വരുമാന സമാഹരണത്തിൽ 22% വർധനവ് കൈവരിക്കാൻ കഴിഞ്ഞത് കേരളത്തിന് ചെറിയ കാര്യമല്ല. പൊതുവിതരണ രംഗം താളം തെറ്റിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കേരളത്തിന് 16.25 ലക്ഷം മെട്രിക് ടൺ ധാന്യം ലഭിച്ചിരുന്നത് 14.25 ലക്ഷം മെട്രിക് ടണ്ണായി കുറച്ചിരിക്കുന്നു. ആരെങ്കിലും അറിഞ്ഞോ? ഈ സാഹചര്യത്തിലും ജനങ്ങൾക്കാകെ പ്രയോജനകരമാകുന്ന രീതിയിൽ പൊതുവിതരണ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വലിയ പരിശ്രമമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ഥിര നിയമനം നടക്കുന്ന സംസ്ഥാനം നമ്മുടേതാണ്. 2016 മുതൽ ഇതുവരെ 2,27,800 പേർക്ക് PSC സ്ഥിരം നിയമനം ലഭിച്ചു. ഇന്ത്യയിലാകെ നടക്കുന്ന സ്ഥിരം നിയമനത്തിൻ്റെ 42% കേരളത്തിലാണ്. ഇപ്പോഴത്തെ സർക്കാർ ഇതുവരെ 28,463 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചു. അതിൽ 2,718 തസ്തികകൾ ആരോഗ്യവകുപ്പിലാണ്. കാർഷിക ഉൽപ്പാദന രംഗത്ത് 4.64% വളർച്ച കൈവരിച്ചു. 2022-23 7.31 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കുകയും അതിൻ്റെ വില നൽകുകയും ചെയ്തു. പാൽ ഉൽപ്പാദന രംഗത്ത് റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചതിലൂടെ 2 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിച്ചു. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൽ 9.26% ലഭിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ്. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടു വന്നത് ചെറിയ കാര്യമല്ല. വിഴിഞ്ഞം തുറമുഖം ഈ വർഷം തന്നെ പ്രവർത്തന സജ്ജമാകുന്നതിലൂടെ വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. ദേശീയപാതയോടൊപ്പം തീരദേശ ഹൈവേയുടെ മലയോര ഹൈവേയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി നടപ്പാക്കിയതിലൂടെ 29 ലക്ഷം കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പുതിയ പദ്ധതിക്ക് രൂപം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. കശുവണ്ടി, കയർ, കൈത്തറി മുതലായ പരമ്പരാഗത മേഖലയുടെ സംരക്ഷണത്തിന് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ട ഒട്ടേറെ ഒന്നാം സ്ഥാനങ്ങളുണ്ട്. അറിയാമോ? അതാരും പറയുന്നില്ല, അത് കേൾക്കാനേ ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. അറിയാമോ? സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള രാജ്യം, തൊഴിലില്ലാത്തവരുടെ രാജ്യവും ചികിത്സ കിട്ടാതെ മരിക്കുന്നവരുടെ രാജ്യവും ഇന്ത്യയാണ്. ഇങ്ങനെ ലജ്ജാകരമായ 17 ഒന്നാം സ്ഥാനങ്ങളിൽ മോദി ഭരിക്കുന്ന ഇന്ത്യക്ക് സ്വന്തമാണ്. അയൽ രാജ്യങ്ങളായ ചൈന, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വളരെ പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ഇടതുപക്ഷ ശക്തികൾക്ക് പാർലമെന്റിൽ കരുത്ത് വർദ്ധിക്കുകയും ചെയ്താൽ
നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അത് ഉപകരിക്കും. കേരളം നേരിടുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുകയും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും.